സ്വാഗതം. ഇന്ന് ജാനുവരിയാണ്. അതിനെ കഞ്ഞി കുറ്റിട്ട് ഒരു 3 മണിയാകുമ്പോൾ പോവോ. അതിന്റെ വീട് ഞാൻ ഇടുന്നുണ്ട്. ബൈ. ഹലോ, ഇതാണ് എന്റെ കോസ്റ്റ്യൂം. ഇതാണ് ആടെ ഡാൻസ് കളിക്കാൻ ഈ കോസ്റ്റ്യൂമില്. ഇനി അത് അടുത്ത ഡാൻസ് കളിക്കുന്നത് വീഡിയോ കേൾക്കാൻ പോകുന്നത്. ഓക്കെ, ഇതല്ല ആ സ്റ്റേജ് നോക്കി. ബൈ. ഇതാണ് ഗ്രൗണ്ട് സെറ്റ്. അപ്പോൾ അഫൂനെ നേരത്തെ കൊണ്ടാക്കി. അവന് മേക്കപ്പ് ചെയ്യാണ്ടായതുകൊണ്ട് അവനെ നേരത്തെ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അവനെ കൊണ്ടാക്കി. ഇനിയിപ്പം ഇവാനെ ഞാൻ ഡ്രസ്സ് ചെയ്യിച്ചു. അവൻ റെഡിയായി. ഇനിയിപ്പം ഞാൻ ഡ്രസ്സ് ചെയ്യണം. കാരണം ഇപ്പോൾ ഫ്രണ്ട്സെല്ലാം എത്തും. അവരെല്ലാവരും ചേർന്ന് നമ്മളെല്ലാവരും ഒന്നിച്ചാണ് പോകുന്നത്. ഞാൻ ഡ്രസ്സ് മാറ്റി. ഇതാ ഇപ്പോൾ സുനൈൻ എത്തിയിട്ടുണ്ട്. അവൻ്റെ മോനാണ് നൈസി എത്തി. ഇനിയിപ്പോൾ നിഷി വരാനുണ്ട്. അങ്ങനെ ഇനുമോളും സെനും നിഷിയെല്ലാം എത്തിയിട്ടുണ്ട്. നമ്മൾ പോവേന്ന് 5 മണിക്ക് എത്തണം എന്നാണ് പറഞ്ഞത്. പക്ഷെ എന്തായാലും ആ ടൈമിൽ എത്തൂല എന്നല്ല, തുടങ്ങൂല. എന്തായാലും ഒരു 8:30 എല്ലാം ആവും തുടങ്ങണമെങ്കിൽ. അതും കുറേ പ്രസംഗങ്ങളെല്ലാം ഉണ്ടാവുമല്ലോ, കലാപരിപാടികളെല്ലാം കഴിഞ്ഞിട്ടേക്കും ഉണ്ടാവുക. ഓരോ പറഞ്ഞു പാവം അഫൂനെ നേരത്തെ കൊണ്ടാക്കണ്ടില്ലേനു. ശരിക്കും അഫൂനോട് 3 മണിക്ക് കൊണ്ടാക്കാനാണ് പറഞ്ഞത്. നമ്മൾ 4 മണിക്ക് അവനെ കൊണ്ടാക്കി. എന്നിട്ടും കട്ട പോസ്റ്റ്. കാരണം ഇപ്പോഴേ തുടങ്ങൂല എന്ന് നമുക്കറിയാം. അങ്ങനെ ഈ പാവങ്ങളിങ്ങനെ മേക്കപ്പ് ചെയ്ത് ആ റൂമിൽ തന്നെ ഇരിക്കേണ്ടി വരില്ല. മേക്കപ്പ് ചെയ്താൽ പിന്നെ അവരെ പുറത്തിറക്കൂല. ഇങ്ങനെ ഉമ്മാർക്ക് കൊണ്ട് അവരവിടെ കട്ട പോസ്റ്റ് ആയിരിക്കും ഉണ്ടാവും എന്തായിട്ടും. ഇപ്പം നമ്മൾ മെല്ലെ ആടിപ്പാടി വിട്ട് പോകാമെന്ന് നമ്മൾ പ്ലാൻ ചെയ്ത് തന്നെയാണ്. അങ്ങനെ നമ്മൾ ഇപ്പോൾ പോവാൻ നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ പോവുകയെന്ന്. ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ ഉണ്ടാവും. അത് വണ്ടിയിലെല്ലാണെങ്കിൽ അല്ലെങ്കിൽ ഷോർട്ട് കട്ട് ഉണ്ട്. ഇത് അഫൂൻ്റെ സ്കൂളാണ്. അവിടെ ഫുൾ അലങ്കരിച്ചിട്ടുണ്ട്. സ്കൂളിൽ നിന്നല്ല പരിപാടി, ഓപ്പൺ സ്റ്റേജിൽ നിന്നാണ്, വേറെ സ്ഥലത്തു നിന്നാണ്. അതുകൊണ്ട് സ്കൂളെല്ലാം മൊത്തത്തിൽ എന്താ പറയുക, ഫുൾ ലൈറ്റിംഗ് എല്ലാം ആക്കിയിട്ട് നല്ല ഡെക്കറേറ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് പിന്നെ വണ്ടിയിലായതുകൊണ്ടാണ് ഇത്രയും ദൂരം കണ്ടത്. അങ്ങനെ നമ്മളെത്തി. മാഷാ അല്ലാഹ്, നല്ല ഓപ്പൺ സ്റ്റേജ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെയെല്ലാം സ്കൂൾ പ്രോഗ്രാമെല്ലാം ഇങ്ങനെ കാണുന്നത്. എനിക്കെന്തോ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു അവിടെ എത്തിയപ്പോൾ. കാരണം ഇങ്ങനെയെല്ലാം ഒരു സ്റ്റേജ് തുടങ്ങുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. പിന്നെ ഈ പുള്ളിക്കാരൻ അടിപൊളിയായിരുന്നു കേട്ടോ. ഇയാൾ നല്ല മാസമായിരുന്നു. ആളെ സംസാരം കേൾക്കാൻ വേണ്ടിയിട്ടുള്ളായാലും പിന്നെ കുറേ ഇയാൾ അതിൻ്റെതായ കണക്കായ രീതിയിൽ നമ്മളെ വെറുപ്പിച്ചിട്ടുണ്ട്. പക്ഷെ രസമുണ്ടായിരുന്നു. നമ്മുടെ കലാഭവൻ ചേട്ടൻ പാടുന്ന പോലെ കുറേ കന്നഡയിലെ കുറേ പാട്ടെല്ലാം പാടി നമുക്ക് കേൾക്കാം. പിന്നെ ഇവരെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പൊന്നാട അണിയിക്കുന്ന ചടങ്ങായിരുന്നു. എല്ലാവരും ഇങ്ങനെ പൊന്നാട അണിയിച്ച് അങ്ങനെ ഓരോരുത്തരായിട്ട്. ഇത് നമ്മളെ പ്രിൻസിപ്പളായിട്ടാ, കുറച്ച് തടിച്ചിട്ടുള്ള, നല്ല ക്യൂട്ടാണ് കാണാനും മാമിനെ. പിന്നെ അപ്പോൾ കുട്ടികളെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇല്ലേ? അല്ല, ഈ വീഡിയോ അല്ല, ഇതും കൂടി ഇതാണ് നമ്മുടെ നാഗപ്പൻ, പിന്നെ അല്ല സിദ്ധപ്പ സാർ, പിന്നെ നാഗപ്പൻ എന്നല്ല, സിദ്ധപ്പ സാറ്. പിന്നെ അവരെയും ആദരിച്ച് എല്ലാം കഴിഞ്ഞു. അങ്ങനെ പ്രോഗ്രാം സ്റ്റാർട്ടാവാൻ തുടങ്ങിയതായി. ഇതാകുമ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. മോൻ്റെ ഇപ്പോൾ പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ടും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയും നല്ല രസമല്ലേ നമ്മുടെ മക്കളെ പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ നമുക്കിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. എന്തായിരിക്കും അവരെങ്ങനെ പ്രസൻറ്റ് ചെയ്യുക. അഫാനെ LKG UKGയിലെല്ലാം നാട്ടിൽ നിന്നെല്ലാം കളിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും എന്നാലും നമുക്ക് എത്ര അവർ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കളെ കാണാനൊരു പ്രത്യേക രസമല്ലേ. ഇന്നുമോളും ജനുവും ഇവും നെയ്ജിമോനെല്ലാം
ഇതിൻ്റെ മേലെ കയറി നിന്നിട്ട്, അതായത് കസേരയിൽ കയറി നിന്നിട്ട് അവരിങ്ങനെ കാണും. ഇങ്ങനെ പ്രോഗ്രാം സ്റ്റാർട്ടായി. നല്ല ക്യൂട്ടുണ്ടായിരുന്നു, കുഞ്ഞു മക്കളെല്ലാം പൂമ്പാറ്റകളെ പോലെ. നൈറ്റിലും കൂടെ ആയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഓരോ പ്രോഗ്രാം കാണാൻ. നല്ല ഭംഗിയുണ്ട്. ഓരോ പ്രോഗ്രാം കഴിയുമ്പോൾ അവരെ ആ സ്റ്റേജിൽ തന്നെ ഫോട്ടോ എടുക്കുകയും ചെയ്യും. അങ്ങനെ ഓരോരുത്തരുതായിട്ട് ഇങ്ങനെ ഇതാ പ്രോഗ്രാം. കുറേ ആൾക്കാരുണ്ടായിന് കാണാൻ വേണ്ടിയിട്ട്. ഇവരെന്നെ നോക്കി മേലെ നോക്കിയാൽ കാണാം. അങ്ങനെ അഫുൻ്റെ പ്രോഗ്രാം സ്റ്റാർട്ടായി. സെൻറ്ററിലെല്ലാം മുടി വെച്ചതാണ് അഫു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. പറയാണ്ടിരിക്കാൻ കഴിയില്ല ബോയ്സ്. നല്ല വൃത്തിക്ക് എൻ്റെ മോൻ കളിച്ചിന്. നല്ല ടൈമിങ്ങും കാര്യങ്ങളെല്ലാം ആയിട്ട് നല്ല വൃത്തിക്ക് അവൻ കളിച്ചായിരുന്നു. അതായത് എല്ലാം അതിൻ്റെ ഉള്ളിൽ തന്നെ സ്റ്റാളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ എന്താ പറയുക, മോൻ ഡാൻസ് കളിക്കുന്ന എനിക്കിങ്ങനെ കരച്ചിലിങ്ങനെ സന്തോഷം കൊണ്ട് ഇങ്ങനെ കണ്ണ് നിറയുക. പിന്നെ ഓനെ കൂട്ടാൻ വേണ്ടി ഗ്രൗണ്ട് റൂമിൽ പോയി. കുറേ ആൾ അവനോട് നല്ല ഇത് പറയുന്നുണ്ടായിരുന്നു, അടിപൊളിയിൽ കളിച്ചെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെന്താ നമ്മൾ പോയിട്ട് കൂട്ടണം, എന്നാലേ അവരെ വിടും. അപ്പോൾ നമ്മൾ കൂട്ടാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ എന്താ പറയുക, മോനോട് എന്താ പറയണ്ടേന്ന് അറിയാം. അത്രക്കും ഭംഗിയിൽ അവൻ കളിച്ചിന്. എല്ലാവർക്കും ഇഷ്ടമായി. അവിടെ എത്രയോ ആൾ അവന് നന്നായി കളിച്ചിന് മോനെ എന്നെല്ലാം പറഞ്ഞതിന്. അപ്പോൾ അതിൽ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം. ഇത് പിന്നെ അവർ സന്തോഷപ്രകടനമാണ്. പിന്നെ ശരിക്കും ഇത് വീടെടുത്ത് സ്ലോയിലായിപ്പോയി എടുത്തത്. പിന്നെ
എന്താ പറയുക, അവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു എൻ്റെ കോസ്റ്റ്യൂമും മേക്കപ്പ്, ലൈറ്റ് മേക്കപ്പ്. പൊതുവേ നമ്മൾ ഡാൻസ് എല്ലാം കളിക്കാനും മേക്കപ്പ് ചെയ്യുമ്പോൾ ഒരുമാതിരി, പണ്ടെല്ലാം നമ്മളെല്ലാം ഡാൻസ് കളിക്കുമ്പോൾ ഇങ്ങനെ ഒരു ദിവസം മൊത്തം എടുക്കും തോന്നുന്നു അതിൽ മേക്കപ്പ് എല്ലാം പോകാൻ വേണ്ടിയിട്ട്. കണ്ണും ഇതെല്ലാം ഇങ്ങനെ അങ്ങനെയല്ലേ ഏട്ടാ. പിന്നെ നല്ല ലൈറ്റ് മേക്കപ്പായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു അവനെ കാണാൻ വേണ്ടിയിട്ട്. കോസ്റ്റ്യൂം ആണെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഈ കോസ്റ്റ്യൂം നമുക്ക് തന്നെ തരും കേട്ടോ അവർ, നമ്മൾ പൈസ കൊടുക്കും, മൊത്തത്തിലുള്ള പൈസ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എങ്ങനെ ആയിരിക്കും വരെ കോസ്റ്റ്യൂം കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. കാരണം ഫസ്റ്റ് ടൈമാണ് ബാംഗ്ലൂർ അവൻ്റെ സ്കൂള്. കാരണം KG നാട്ടിൽ നിന്നാണ് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ അവനെ ഇവിടെ ചേർത്തത്. അപ്പോൾ എങ്ങനെ ആയിരിക്കും എന്നുള്ള ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ കണ്ടപ്പം നമുക്ക് 2 ദിവസം മുന്നേ തരും കേട്ടോ കോസ്റ്റ്യൂം, നമ്മളെ കൈമ തരും. എന്തെങ്കിലും നമുക്ക് സൈസ് ഒപ്പിക്കണമെങ്കിലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ. പക്ഷേ ഓൻ്റെ ഒന്നും അങ്ങനെ ആക്കേണ്ടി വന്നു. പാൻറ്റ് കുറച്ച് ഷോർട്ട് ആക്കേണ്ടി വന്നു, ബാക്കിയെല്ലാം പക്ക പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെന്താ, കുറേ ഡാൻസ് എല്ലാം കളിച്ച് ഇങ്ങനെ തോളത്തെല്ലാം കയറ്റിയിട്ടാണ് ഇങ്ങനെ കൊണ്ടുവന്നത്. പിന്നെ എന്താ പറയണ്ടേന്ന് അറിയില്ല, അടിപൊളി. എൻ്റെ മോനെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് മാഷാ അല്ലാ മാഷാ അല്ലാ. ഇവനൊന്നും മനസ്സിലായിട്ട് ഇവൻ ഇങ്ങനെ നോക്കുക, എന്താ ഇക്കാക്ക എന്താ ഈ കോലത്തിലെന്നായിരിക്കും. അങ്ങനെ അവനെ ഡാൻസെല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നവന്. പിന്നെ ഒന്നിനൊന്ന് പ്രോഗ്രാംസും കോസ്റ്റ്യൂംസും എല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു. കുട്ടികളെല്ലാം നല്ല അടിപൊളി കളിച്ചു. എന്താ പറയുക, അധികം ബോറടിപ്പിക്കാത്ത രീതിയിലായിരുന്നു പ്രോഗ്രാമെല്ലാം. പിന്നെ നല്ല രീതിയിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ അപ്പൂൻ്റെ ഡാൻസ് കഴിഞ്ഞോട് വരാമെന്ന് വിചാരിച്ചത്. പക്ഷേ എനിക്ക് വരാൻ തോന്നിയിട്ടില്ല. അപ്പോൾ അത്രയ്ക്ക് നല്ല പ്രോഗ്രാമായിരുന്നു. അതെല്ലാം നല്ല അടിപൊളിയായിരുന്നു. നന്നായിട്ട് കളിച്ചു. പിന്നെ ഞങ്ങൾ നല്ല ശരിക്കും എൻജോയ് ചെയ്തു. മക്കളിൽ പിന്നെ ഇതായതുകൊണ്ട് ഗ്രൗണ്ടിലായതുകൊണ്ട് മക്കളിങ്ങനെ ഓടി കളിക്കാൻ ഉണ്ടാക്കാനെല്ലാം അവർക്ക് ഇതുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതുപോലെ സ്റ്റേജിൻ്റെ ഉള്ളിൽ അതിലെല്ലാം ഓടുക. അപ്പോൾ എന്താ പറയുക, നല്ല നൈറ്റ്, നല്ല ക്ലൈമറ്റ് ആയിരുന്നു. എല്ലാം കൊണ്ട് നല്ല പ്രോഗ്രാമെല്ലാം നല്ല ഭംഗിയിൽ കഴിഞ്ഞു. നല്ല രസമുണ്ടായിരുന്നു. ಈ ಸನ್ಮಾನ ಕಾರ್ಯಕ್ರಮವನ್ನ ನಮ್ಮ ವಿಜಯ ಮೇಡಮ್ ಅವರು ಹಾಗೂ ಅವರ each of you with a gift. Please accept this gesture of appreciation, knowing ನನ್ನ ಶಿಕ್ಷಣದ ಸಂದೇಶಗಳನ್ನ പിന്നെ നൈസിക്കുട്ടനും മോളും ഇവോ എല്ലാം നമ്മളോട് കുറച്ച് സഹകരിച്ച് പിന്നെ അവർക്ക് കയ്യിൽ നിന്ന് പോകാൻ തുടങ്ങി. പ്രത്യേകിച്ച് എൻ്റെ കുട്ട ഓന് പിന്നെ ഓടലായി. എനിക്കിത് പറ്റൂല. ഇനുമോളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ലിബാം ചോദിക്കുന്നുണ്ട്. ക്യൂട്ടുള്ള ചിരി കാണാൻ. പിന്നെ നമ്മൾ എന്താക്കി, നമ്മൾ പിന്നെ തിരിച്ച് ഞങ്ങൾ ഷോപ്പിലേക്ക്, നമ്മുടെ ആന്തലിലേക്ക് പോയി. കാരണം നല്ല വിശപ്പുണ്ടായിന്. കാരണം 11-12 മണിയായി നമ്മളെത്തുക. പക്ഷെ കുട്ടി അതുപോലെല്ലാം ഉറപ്പ് വന്നിട്ടുണ്ടായിന്. പക്ഷെ എന്താ അറിയില്ല, ആന്തലിലെത്തിയപ്പോഴത്തേക്കും പിന്നെ അവരുറക്കെല്ലാം പോയി പപ്പനെ കണ്ടപ്പോൾ. നമ്മളവിടെ ഇരുന്ന് നല്ല വിശപ്പുണ്ടായിന്. ഒരു ആനനെ തിന്നേണ്ട വിശപ്പുണ്ടായിന്. അപ്പോൾ നമ്മളെന്താക്കി, ആദ്യം ഇതിനോട് നല്ല ചായ അടുപ്പിച്ച്, എന്നിട്ട് ഞങ്ങൾ ചായ എല്ലാം കുടിച്ച് ബീഫ് കറിയും പത്തില് നെയ്ച്ചോറോ പൊളി. സത്യം പറയല, അടിപൊളിയാണ് ഫുഡെല്ലാം. അത് നമ്മളെ ഷോപ്പായതുകൊണ്ട് പറയുന്നില്ല, നിങ്ങളൊരിക്കൽ വന്ന് കഴിച്ചാൽ നിങ്ങൾക്കും ഇഷ്ടപ്പെടും. പിന്നെ അവർ നമുക്കൊരു കേക്കെല്ലാം വാങ്ങി തന്നു. നമ്മളെല്ലാവരും കൂടി ചെറിയ കേക്ക് പീസ് വാങ്ങി നമ്മളെല്ലാവരും കൂടി കഴിച്ച് അങ്ങനെ ഇന്നുമോള് കരച്ചിൽ തുടങ്ങി. അവൾക്ക് ഉറക്ക് വന്നിട്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ മോൻ്റെ ഡാൻസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം. ഓക്കെ, എല്ലാവരും ബൈ ബൈ, ടാറ്റാ.